ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ബൂമിംഗ് ബഡ്സ്. നമുക്കിന്ന് 3ാം ക്ലാസ്സിലെ മലയാളത്തിലെ തോൽക്കില്ല ഞാൻ എന്ന കവിതയും അതിൽ വരുന്ന പ്രവർത്തനങ്ങളും പരിചയപ്പെടാം. പാഠത്തിലേക്ക് പോകുന്നതിന് മുൻപ് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരും ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ ലൈക്ക് ചെയ്യാനും കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മൾ 3ാം ക്ലാസ്സിലെ മുന്തിരിങ്ങ എന്ന കഥ പഠിച്ചത് കൂട്ടുകാർക്ക് ഓർമ്മയില്ലേ? കുട്ടികളും ഭക്ഷണവും വിഷയമായി വരുന്ന ഒരു റഷ്യൻ കഥയായിരുന്നു അത്. അതുപോലെ തന്നെ കുട്ടിയും ഭക്ഷണവും വിഷയമായി വരുന്ന കവിതയാണ് തോൽക്കില്ല ഞാൻ. സാധാരണ കവിതകൾ പോലെയല്ല, ചോദ്യോത്തര രീതിയിലാണ് ഈ കവിത എഴുതിയിരിക്കുന്നത്. ചോദ്യങ്ങൾ ചോദിക്കുകയും അതിനുള്ള ഉത്തരം കുട്ടി കുസൃതി നിറഞ്ഞ രീതിയിൽ നൽകുകയും ചെയ്യുന്നു. മുന്തിരിങ്ങ ഒരു റഷ്യൻ കഥയാണ്. ഭക്ഷണവും കുട്ടികളും വിഷയമാകുന്ന രചനകൾ നമ്മുടെ ഭാഷയിലുമുണ്ട്. ഒരു കവിത വായിക്കൂ. നമ്മൾ പഠിക്കുന്ന കവിതയുടെ പേര് തോൽക്കില്ല ഞാൻ. മേരിയോടൊന്നും ചോദിച്ചു ഞങ്ങൾ, പേരെന്താ കുട്ടി? പേരൊക്കെ എത്രേ? നാണം കെട്ടു മടങ്ങിയില്ല ഞങ്ങൾ, നാടെന്താ കുട്ടി? നാരങ്ങ എത്രേ? പട്ടുകൂമ്പാള കോണമെടുത്തു, പ്ലാവിൻ പൊൻ കിരീടവും വച്ചു, പയ്യെ പയ്യെ തെങ്ങിൻ മടലിൽ പൈക്കിടാവിനെ യാട്ടിത്തെളിച്ചു. നാരങ്ങ എന്ന വിശ്വപ്രസിദ്ധ നാട്ടിലെ കൊച്ചു റാണി വരുമ്പോൾ തൻ കരത്താൽ മുഖം മറച്ചെന്റെ അപ്പച്ചൻ പോലും പൊട്ടിച്ചിരിക്കും. അക്കിനാവിനെ കാണുമ്പോഴെല്ലാം അമ്മ ചെന്നങ്ങു വാരിയെടുക്കും. ചുറ്റുമെത്തുന്ന ഞങ്ങളും ഓരോ വർത്തമാനങ്ങൾ ചോദിച്ചിരിക്കും. മാമോനെന്തു കൂട്ടി നീ പെണ്ണെ, മീമി ചുട്ടതാണമ്മച്ചി തന്നെ. കള്ളി, നീയതിൽ എന്തൊക്കെ തിന്നു? മുള്ളു മാത്രം ഞാൻ തുപ്പിക്കളഞ്ഞു. കണ്ണ് രണ്ടും വയറ്റിൽ മുളച്ച് വൻമരങ്ങളായി വന്നാലോ പെണ്ണെ. മാന്തളിനൊറ്റ കണ്ണല്ലേയുള്ളൂ, മാറി നിന്നവൾ കൊഞ്ഞനം കാട്ടും. കവിത എഴുതിയിരിക്കുന്നത് KC ഫ്രാൻസിസ്. മേരി എന്ന് പേരുള്ള ഒരു കുട്ടിയോട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. മേരിയോട് അന്നും അവർ ചോദിച്ചു, നിന്റെ പേരെന്താ? അപ്പോൾ ആ കുട്ടി പേരയ്ക്ക എന്നാണ് ഉത്തരം പറഞ്ഞത്. അത് കേട്ടിട്ടും നാണം കെട്ടു പോവാതെ തന്നെ അവർ വീണ്ടും ചോദിക്കുകയാണ്, നിന്റെ നാട് എവിടെയാണ്? അപ്പോൾ അതിനുള്ള ഉത്തരം അവൾ പറഞ്ഞത് നാരങ്ങ എന്നാണ്. മേരിയുടെ വീട്ടിലേക്കുള്ള വരവ് തന്നെ വളരെ രസകരമാണ്. കവുങ്ങിന്റെ കൂമ്പാളം കൊണ്ട് കോണകമെടുത്തും പ്ലാവില കൊണ്ട് കിരീടവും വെച്ചുമാണ് അവൾ വീട്ടിലേക്ക് പോകുന്നത്. അതുപോലെ തന്നെ തെങ്ങിന്റെ മടൽ കൊണ്ട് ഉണ്ടാക്കിയ പൈക്കിടാവിനെയുമാണ് അവൾ വലിച്ചു കൊണ്ടുവരുന്നത്. വിശ്വപ്രസിദ്ധമായ നാരങ്ങ എന്ന നാട്ടിലെ കൊച്ചു റാണിയെ പോലെയാണ് അവൾ വരുന്നത്. അവളുടെ ആ വരവ് കാണുമ്പോൾ തന്നെ സ്വന്തം കരങ്ങൾ കൊണ്ട്, അതായത് സ്വന്തം കൈകൾ കൊണ്ട് മുഖം പൊത്തിപ്പിടിച്ച് അപ്പച്ചൻ പൊട്ടിച്ചിരിക്കും. സ്വന്തം മക്കളെ കാണുമ്പോഴെല്ലാം അമ്മമാർ ചെയ്യുന്നത് പോലെ തന്നെ അവളെ കാണുമ്പോൾ അവളുടെ അമ്മയും വാരിയെടുത്ത് കെട്ടിപ്പിടിക്കും. എന്നിട്ടോ ചുറ്റും കൂടുന്ന എല്ലാവരും അവളോട് ഓരോ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അവളോട് ചോദിക്കുകയാണ്, ഇന്ന് നീ എന്തു കൂട്ടിയാണ് മാമു കഴിച്ചത്? അപ്പോൾ മേരി എന്താ പറഞ്ഞത് നോക്കൂ, ചുട്ട മീമി കൂട്ടിയിട്ടാണ് ചോറ് കഴിച്ചത്. മീമി എന്ന് വെച്ചാൽ മീനിനെയാണ് പറയുന്നത്. അപ്പോൾ വീണ്ടും അവളുടെ ചുറ്റും കൂടിയവർ ചോദിച്ചു, നീ അതിലെ എന്തൊക്കെ ഭാഗങ്ങളാണ് കഴിച്ചത്? ആ മീനിലെ എന്തൊക്കെ ഭാഗങ്ങളാ കഴിച്ചതെന്ന് ചോദിച്ചു. അപ്പൊ അവളെന്താ പറഞ്ഞത്, അതിലെ മുള്ളു മാത്രം ഞാൻ തുപ്പിക്കളഞ്ഞു, ബാക്കിയെല്ലാം ഞാൻ തിന്നു എന്നവള് പറഞ്ഞു. അപ്പോൾ അവളെ കളിപ്പിക്കാൻ വേണ്ടി വീണ്ടും ചോദിച്ചു, അതിന്റെ കണ്ണ് രണ്ടും നിന്റെ വയറ്റിൽ പോയാൽ വലിയ മരങ്ങളായി മുളച്ചു വരില്ലേ? അത് കേട്ട മേരി വിടൂ. മേരി എന്താ പറഞ്ഞത്, മാന്തളിന് ഒറ്റ കണ്ണല്ലേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് അവൾ അവരോട് കൊഞ്ഞനം കുത്തി കാണിച്ചു. കൂട്ടുകാർ മാന്തൾ മീനിനെ കണ്ടിട്ടുണ്ടോ? മാന്തൾ മീൻ എന്ന് പറയുന്നത് മറ്റു മീനുകളെ പോലെ വണ്ണമുള്ള മീനല്ല, അധികം ദശയില്ലാതെ പരന്ന നിറയെ മുള്ളുകളുള്ള ഒരു മീനാണ് മാന്തൾ. ഇനി നമുക്ക് ഈ കവിതയിലെ പ്രവർത്തനങ്ങൾ നോക്കാം. നാരങ്ങ നാട്ടിലെ കൊച്ചുറാണിയുടെ ചിത്രം കണ്ടില്ലേ? കവിത വായിച്ചപ്പോൾ മനസ്സിൽ തെളിഞ്ഞ കൊച്ചുറാണിയുടെ ചിത്രം വരയ്ക്കൂ. ഈ കവിത വായിച്ചപ്പോൾ ഏകദേശം കൊച്ചുറാണിയുടെ ഒരു രൂപം എല്ലാവരുടെയും മനസ്സിൽ തെളിഞ്ഞു വന്നിട്ടുണ്ടാകും അല്ലേ? ഓരോരുത്തരുടെയും മനസ്സിൽ ചിലപ്പോൾ വ്യത്യസ്തമായ രീതിയിലായിരിക്കും കൊച്ചുറാണിയെ ചിത്രീകരിച്ചിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എങ്ങനെയാണോ കൊച്ചുറാണിയെ ചിത്രീകരിച്ചത് അതുപോലെ തന്നെ നിങ്ങളൊന്ന് വരച്ചു നോക്കൂ. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ചിത്രത്തിലെ കൊച്ചുറാണിയുടെയും കവിതയിലെ കൊച്ചുറാണിയുടെയും വേഷവിധാനങ്ങൾ തമ്മിൽ എന്തെല്ലാം വ്യത്യാസമുണ്ട്? ചിത്രത്തിലെ കൊച്ചുറാണി പട്ടുപാവാടയാണ് ധരിച്ചിരിക്കുന്നത്. കൂടാതെ ഒരു മഞ്ഞ ഷാൾ തലയിൽ ധരിച്ചിട്ടുണ്ട്.
നിറയെ ആഭരണങ്ങൾ ധരിച്ച് ഒരു മുതിർന്ന കുട്ടിയെ പോലെയാണ് ചിത്രത്തിലുള്ള കൊച്ചുറാണി. എന്നാൽ കവിതയിലെ കൊച്ചുറാണി കൂമ്പാളം കൊണ്ടുള്ള കോണകവും പ്ലാവില കൊണ്ടുള്ള കിരീടവുമാണ് ധരിച്ചിരിക്കുന്നത്. അപ്പോൾ കൂട്ടുകാരെ, ചിത്രത്തിലെ കൊച്ചുറാണിയുടെയും കവിതയിലെ കൊച്ചുറാണിയുടെയും വേഷവിധാനങ്ങൾ വളരെ വ്യത്യസ്തമാണ്. അടുത്ത ചോദ്യം: മുന്തിരിങ്ങ തിന്ന വാനിയും മാന്തൽ തിന്ന മേരിയും കുടുങ്ങിപ്പോയ സന്ദർഭത്തിൽ നിന്നു രക്ഷപ്പെട്ടത് എങ്ങനെ? രക്ഷപ്പെട്ട മാർഗങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ടോ? ചർച്ച ചെയ്യൂ. മുന്തിരിങ്ങ എന്ന കഥയിലെ വാന്യ മുന്തിരിങ്ങ കഴിച്ചതും കുരു തുപ്പിക്കളഞ്ഞതുമെല്ലാം കൂട്ടുകാർക്ക് ഓർമ്മയില്ലേ? മുന്തിരിങ്ങ തിന്ന വാനയും മാന്തൽ തിന്ന മേരിയും രക്ഷപ്പെട്ടത് വ്യത്യസ്ത മാർഗങ്ങളിലൂടെയാണ്. മുന്തിരിങ്ങയുടെ കുരു തിന്നാൽ മരിച്ചു പോകും എന്ന് വാനയുടെ അച്ഛൻ പറഞ്ഞു. അത് കേട്ട് പേടിച്ചു വിറച്ച വാന്യ ഞാൻ മുന്തിരിങ്ങയുടെ കുരു തിന്നിട്ടില്ല എന്ന് ഉറക്കെ കരഞ്ഞുകൊണ്ട് കുറ്റസമ്മതം നടത്തിയാണ് രക്ഷപ്പെട്ടത്. എന്നാൽ മാന്തൽ തിന്ന മേരി ഒറ്റ കണ്ണുള്ള മാന്തലിന് വലിയ മരമായി മുളയ്ക്കാൻ കഴിയില്ല എന്ന് കുസൃതി പറഞ്ഞാണ് രക്ഷപ്പെട്ടത്. അപ്പോൾ കൂട്ടുകാരെ, തോൽക്കില്ല ഞാൻ എന്ന കവിതയും അതിൽ വരുന്ന മുഴുവൻ പ്രവർത്തനങ്ങളും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോ കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്